വേടന്റെ വിവാദങ്ങൾ കത്തുന്നതിനിടെ വേടന്റെ പ്രണയപ്പാട്ട് പുറത്തിറങ്ങി. നിങ്ങളും അത് കേട്ട് കാണുമല്ലോ അല്ലേ? വേടന്റെ നെഞ്ചിൽ മാത്രമല്ല തീ. മോഹിക്കുന്ന പെണ്ണിനെ ലോകത്തിലെ ഏറ്റവും വലിയ ജീവനുള്ള അഗ്നിപർവ്വതത്തോട് ഉപമിക്കുകയാണ് വേടൻ. നമ്മുടെ വിഷയം ഇരയും വേട്ടക്കാരുമെല്ലാം വേടന്റെ വരികളിലൂടെ നമ്മൾ അറിഞ്ഞ മോന ലോവയാണ്. ഹവായിയൻ ഭാഷയിൽ മോന ലോവ എന്നാൽ നീണ്ട പർവ്വതം എന്നാണ് അർത്ഥം. പർവ്വതത്തിന്റെ മുകൾ വശം ദ്വീപിന്റെ തെക്കേ അറ്റത്ത് നിന്ന് കാൽഡറയുടെ കൊടുമുടി വരെയും പിന്നീട് കിഴക്ക് വടക്കിഴക്ക് കിലോയ്ക്ക് സമീപമുള്ള തീരപ്രദേശം വരെയും ഏകദേശം 120 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നതുകൊണ്ട് കിട്ടിയ പേര്. മൗന ലോവയിലൂടെ ഹൈക്കിംഗ് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു അവസരമുണ്ട് കേട്ടോ. മൗന ലോവ ട്രെയിൽ, ഐനാപ്പോ ട്രെയിൽ എന്നിങ്ങനെ രണ്ട് പാതകളിലാണ് ഇതിനായിട്ടുള്ളത്. ആദ്യത്തേത് ഏകദേശം 12 കിലോമീറ്ററും രണ്ടാമത്തേത് 16 കിലോമീറ്ററുമാണ് ദൂരം. നിലവിൽ ഐനാപ്പോ ട്രെയിൽ മാത്രമേ സഞ്ചാരികൾക്ക് തുറന്നു നൽകിയിട്ടുള്ളൂ. രണ്ടു തരം പെർമിറ്റുകൾ നേടിയ ശേഷമാണ് ഹൈക്കിംഗ് നടക്കാൻ സാധിക്കുക. 13,250 അടി ഉയരത്തിലുള്ള മൗന ലോവ ക്യാബിൻ പെർമിറ്റിന് $10 ചിലവാകും. ഇവിടെ 3 രാത്രികൾ വരെ താമസിക്കാം. മൗന ലോവയുടെ കൊടുമുടി കയറുന്ന ആളുകൾക്ക് താമസിക്കാൻ ഹലേവായിൽ ഐനാപ്പോ ക്യാമ്പുമുണ്ട്. ഐനാപ്പോ ക്യാബിന്റെ രാത്രികാല ഉപയോഗത്തിന് സംസ്ഥാന പെർമിറ്റ് ആവശ്യമാണ്. ഇതിന് വിദേശികൾക്ക് ഏകദേശം $50 നൽകേണ്ടത്. ഈ ക്യാബിനിലും തുടർച്ചയായ 3 രാത്രികളിൽ തങ്ങാൻ പറ്റും. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു യാത്രയാണിത്. ഹിമപാതവും ശക്തമായ കാറ്റും സ്ഥിരമാണ്. വർഷത്തിൽ ഏത് സമയത്തും മഞ്ഞുവീഴ്ചയോ ശക്തമായിട്ടുള്ള മഴയോ ഉണ്ടാവാം. മുന്നറിയിപ്പില്ലാതെ തന്നെ കൊടുങ്കാറ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വർഷം മുഴുവനും രാത്രിയിൽ താപനില 0-ന് താഴെയായിരിക്കും എന്നതാണ് മറ്റൊരു കാര്യം. ഉയരത്തിലേക്ക് നടന്നു കയറുമ്പോൾ ആൽറ്റിറ്റ്യൂഡ് സിക്നസ് പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാവുന്നത് സർവ്വസാധാരണമാണ്. അപ്പോൾ തിരിച്ചിറങ്ങാന്ന് മാത്രമാണ് ഒരു വഴി. ഹൈക്കിംഗ് മാത്രമല്ല, ഗൈഡഡ് ടൂറുകളും സൈറ്റ് സീയിങ് ടൂറുകളും ഇവിടെ സജീവമാണ്. ലാവപ്പാടങ്ങൾക്ക് മുകളിലൂടെ ഹെലികോപ്റ്റർ റൈഡിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പർവ്വതത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ കാർ യാത്രയും സാധ്യമാണ്. വേടന്റെ നെഞ്ചിലെ തീ നല്ല വരികളായി നോവായി വിങ്ങലായി പൊട്ടിത്തെറിക്കട്ടെ. മൗന ലോവയിൽ നിന്ന് എന്ന പോലെ പർവ്വതത്തിന്റെ ചെരിവുകളിലൂടെ ലാവയ്ക്കൊപ്പം ഒഴുകുകയല്ല, സ്ഫോടനങ്ങളും കടുത്ത നാശനഷ്ടങ്ങളും ഉണ്ടാക്കുന്ന മൗണ്ട്സ് ആൻഡ് ഹെലൻസ് അല്ലെങ്കിൽ വെസൂവിയസ് പോലെയുള്ള അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് ഉരുകിയ പാറകൾ ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് ശക്തമായി പൊട്ടിത്തെറിക്കുന്നത് പോലെ. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ.